ടെക് ലോകത്തെ വാർത്തകൾ. GST മാറ്റം മൂലമുള്ള വാഹന വിലയിലെ വ്യത്യാസം എല്ലാ ഷോറൂമുകളിലും പ്രദർശിപ്പിക്കാൻ കേന്ദ്ര നിർദ്ദേശം. പ്രധാനമന്ത്രി മോദിയുടെ ചിത്രമടങ്ങുന്ന പോസ്റ്റർ പതിപ്പിക്കണമെന്ന് നിബന്ധന. GST മാറ്റത്തിന് മുമ്പും ശേഷവുമുള്ള വാഹനങ്ങളുടെ വില രാജ്യത്തെ എല്ലാ ഷോറൂമുകളിലും പ്രദർശിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. നികുതി ഇളവിലെ ഉപയോഗം എല്ലാവരിലും എത്തുമെന്ന് ഉറപ്പാക്കാനാണ് വാഹന കമ്പനികൾക്കും ഡീലർമാർക്കും കേന്ദ്ര ഘനവ്യവസായ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമടക്കമുള്ള പോസ്റ്ററാണ് ഷോറൂമുകളിൽ പതിക്കേണ്ടതെന്നാണ് മറ്റൊരു നിബന്ധന. ഇതിന്റെ ചെലവ് ഡീലർമാരും കമ്പനികളും വഹിക്കണം. 20 മുതൽ 30 കോടി രൂപ വരെ ഇതിന് മാത്രം ചെലവാകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ പ്രാദേശിക ഭാഷകളിൽ തയ്യാറാക്കുന്ന പോസ്റ്ററുകൾക്കും അനുമതി വാങ്ങണമെന്ന നിബന്ധനയുണ്ട്. ഇത് കമ്പനികൾക്ക് അധിക തലവേദന സൃഷ്ടിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യുദ്ധക്കപ്പലുകളുടെ എണ്ണം 200-ന് മുകളിലേക്ക് ഉയർത്താൻ നാവികസേന. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണികളെ ഒരേ സമയം പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. ആക്രമണ പ്രതിരോധശേഷി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതി. 2035ഓടെ യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും എണ്ണം 200-ന് മുകളിലേക്ക് ഉയർത്തും. നിലവിൽ 140 എണ്ണമുണ്ട്. 55 യുദ്ധക്കപ്പലുകൾ ഇതിനകം ഇന്ത്യയിലെ വിവിധ ഷിപ്പ്യാർഡുകളിൽ നിർമ്മാണത്തിലാണ്. ഇതിനു പുറമെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെ 74 യാനങ്ങളുടെ നിർമ്മാണത്തിന് പ്രാഥമികാനുമതി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 2.35 ലക്ഷം കോടി ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ യുദ്ധക്കപ്പലുകളിൽ 11 എണ്ണം കാലപ്പഴക്കമുള്ളതാണ്. ഇവ പിന്മാറുമ്പോൾ പുതിയതായി 200 എണ്ണം അവതരിപ്പിക്കാനാണ് നീക്കം. 2037 ആകുമ്പോൾ 230 യുദ്ധക്കപ്പലുകളാണ് നാവികസേനയുടെ ലക്ഷ്യം. 370ഓളം യുദ്ധക്കപ്പലുകളും സബ്മറൈനുകളുമുള്ള ചൈനയുടേതാണ് ലോകത്തിലെ നിലവിലെ ഏറ്റവും ശേഷിയുള്ള നാവികസേന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ റെക്കോർഡിട്ട് ഐഫോൺ വിൽപ്പന. ആപ്പിളിന്റെ വളർച്ചാ സാധ്യതയുള്ള വിപണികളിൽ ഇന്ത്യ ഒന്നാമത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആപ്പിൾ ഫോൺ ഇന്ത്യയിൽ നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിൽപ്പനയെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട്. 8,000 കോടി രൂപയുടെ വിറ്റുവരവാണ് കഴിഞ്ഞ വർഷം മാത്രം രേഖപ്പെടുത്തിയത്. ഏതാണ്ട് $9 ബില്യൺ വരും ഇത്. ഇക്കഴിഞ്ഞ വർഷം കിട്ടിയ വരുമാനത്തിലേറെയും ഐഫോൺ വിൽപ്പന വഴിയാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിലെ കഴിഞ്ഞ വർഷത്തെ സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ 7% ആപ്പിളാണ് നടത്തിയിരിക്കുന്നത്. 2024 മാർച്ച് മുതലുള്ള 12 മാസത്തിനിടയിൽ വരുമാനം 13% കുതിച്ചുയർന്നു. ഐഫോണുകൾക്ക് ഇന്ത്യയിൽ ആവശ്യക്കാർ കൂടുകയാണ്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ ആപ്പിൾ കൂടുതൽ റീറ്റെയിൽ സ്റ്റോറുകൾ തുറക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.